ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് നിഫ്റ്റി മിഡ് ക്യാപ്പും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇന്ന് 22,498 ക്ലോസ് ചെയ്തപ്പോൾ 38 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് എന്നാൽ ഇന്ന് 363 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 47,854 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് 48,763 ക്ലോസ് ചെയ്തപ്പോൾ 323 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 120 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായിരുന്നു 15,076 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 14.07 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് ഇന്ന് 13 പോയിൻറ്റ്സിൻ്റെ ഇടിഞ്ഞ് 74,102 ക്ലോസ് ചെയ്തു. DIA-FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 202 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു DIA, എന്നാൽ FII ഇന്ന് 2,824 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലോസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് ഇന്ന് 4.13% ഗെയിൻ ഉണ്ടായി. BPCL 3.02% റാലി നടത്തി. സൺ ഫാർമ 2.82%, ബെൽ 2.49%, ICICI ബാങ്ക് 2.41%, ശ്രീറാം ഫിനാൻസ് 2.16%, ഭാരതി എയർടെൽ 2.03%, ഹീറോ മോട്ടോകോപ്പ് 1.90%, ബജാജ് ഓട്ടോ 1.71% ആൻഡ് HDFC ലൈഫ് 1.65% റാലി നടത്തി. ഗെയിനേഴ്സ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞിരുന്ന് 27.06% വലിയ ഇടിയാണ് ഇൻഡസ്ഇൻ ബാങ്കിൽ കണ്ടത്. ഇൻഫി 2.02%, ബജാജ് ഫിൻസർ 1.75%, M&M 1.66%, പവർ ഗ്രിഡ് 1.35%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 1.23%, സിപ്ല 0.97%, ആക്സിസ് ബാങ്ക് 0.95%, അദാനി പോർട്സ് 0.79% ആൻഡ് വിപ്രോ 0.78% ഇടിവെന്ന് മാർക്കറ്റിലുണ്ടായി. ഇതൊരു ബൈ ഓർ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല, ഒൺലി ഇൻഫർമേഷൻ പർപ്പസാണ് ഇവിടെ ഞാൻ ഷോ ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്ത് 22,604 അവിടെ നിന്ന് 22,497 ക്ലോസ് ചെയ്തപ്പോൾ ഇതുവരെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് 0.47% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 22,497 ക്ലോസ് ചെയ്തപ്പോൾ 5.24% ഇടിവാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1041 കമ്പനീസ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തു, എന്നാൽ 1850 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടറൽ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി FMCG, നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ എന്നീ സെക്ടറിൽ ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കിയുള്ള സെക്ടേഴ്സും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 70 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 2682 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 31,462 ക്ലോസ് ചെയ്തപ്പോൾ 160 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 146 പോയിൻറ്റ്സ് ഉയർന്ന് 33,203 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 54 പോയിൻറ്റ്സിൻ്റെ ലൂസ് ചെയ്ത് 51,951 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 13,031 ക്ലോസ് ചെയ്തപ്പോൾ 78 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 60 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 7989 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 37,400 ക്ലോസ് ചെയ്തപ്പോൾ 244 പോയിൻറ്റ്സിൻ്റെ ഇടിവാണെന്ന് കാണിച്ചത്. നിഫ്റ്റി മീഡിയ 2 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 1482 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ ഇന്ന് 47 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 8897 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 10,029 ക്ലോസ് ചെയ്തപ്പോൾ 119 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ ഇന്ന് 75 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 332 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്, 1 പോയിൻറ്റിൻ്റെ ഗെയിൻ ഉണ്ടായി 5822 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 29 പോയിൻറ്റ്സ് ഉയർന്ന് 828 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് ഓൾമോസ്റ്റ് 3.63% ഗെയിനാണ് ഇന്നുണ്ടായിട്ടുള്ളത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ USA നിന്ന് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രി ഡേറ്റ നാളെ 12 മാർച്ച് വരുന്നുണ്ട്. USA നിന്ന് CPI കോർ ഡേറ്റയും നാളെ തന്നെയാണ് വരുന്നത്, 12 മാർച്ച് നാളെ വരുന്നുണ്ട്. ഇന്ത്യയിലുള്ള CPI ഡേറ്റയും നാളെ ആണ് വരുന്നത് 12 മാർച്ച്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ബൈ.